നിങ്ങൾ വന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ വേണ്ടിയാണ് കടന്നു വന്നത്. ദൈവദൂതന്മാർ ഇതിലുണ്ട്. ദൈവദൂതന്മാരുടെ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവേ, കർത്താവേ, ദൈവദൂതന്മാരെ കുറിച്ച് എനിക്ക് വെളിപാടുകൾ തരണമേ, മർമ്മങ്ങൾ തരണമേ. ദൈവത്തിന്റെ അഭിഷേകം എന്നിൽ വർദ്ധിപ്പിക്കണമേ, ദൈവത്തിന്റെ ശക്തി എന്നിൽ വർദ്ധിപ്പിക്കണമേ, ദൈവത്തിന്റെ വചനത്തിന്റെ ജ്ഞാനം എന്നിൽ വർദ്ധിപ്പിക്കണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. എന്റെ പാദങ്ങളിൽ മരണമില്ല, ജീവൻ മാത്രം. എന്റെ പാദങ്ങളിൽ മരണമില്ല, ജീവൻ മാത്രം. ഞാൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും, പ്രവർത്തിക്കുമ്പോഴും എന്റെ ചുറ്റിനും ദൈവദൂതന്മാരെ നിരത്തിയിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കത്തില്ല, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച്, ദൈവവചനത്തിൽ ആശ്രയിച്ച് മുന്നേറും. എനിക്കൊരു ബ്രേക്ക് ത്രൂ, എനിക്കൊരു മുന്നേറ്റം 2025 ഉണ്ടാകും. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടും. ഞാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. നിന്നെ എപ്പോഴും ശപിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നിന്റെ അയൽവാസി മന്ത്രവാദി. ഈ ധ്യാനത്തിനെതിരായിട്ട് വേറെ ആരെങ്കിലും ഇങ്ങനെ എതിരായിട്ട് ശപിക്കുകയും അല്ലെങ്കിൽ അത് ഇതിനെക്കുറിച്ച് മോശമായ അഭിപ്രായങ്ങൾ മറ്റുള്ളവരോട് പറയുകയും പരദൂഷണം പരത്തുകയും ചെയ്താൽ അവനും അവളും മന്ത്രവാദികളാണ്. മനസ്സിലായോ? സംഭവം മനസ്സിലായോ? യെസ്. അതായത് ദൈവവേലയ്ക്ക് എതിരായിട്ട് ആര് പ്രവർത്തിച്ചാലും അവൻ മന്ത്രവാദി. പഴയ നിയമത്തില് മന്ത്രവാദികളെ കണ്ടു കഴിഞ്ഞാൽ കൊന്നു കളയണമെന്നായിരുന്നു ദൈവത്തിന്റെ കൽപ്പന. എന്താണ് പറയൂ, എന്താണ് ഞാൻ പറഞ്ഞത്? പഴയ നിയമത്തിൽ മന്ത്രവാദികളെ കണ്ടു കഴിഞ്ഞാൽ ഫിനിഷ് ദം, അവരെ തീർത്തേക്കണം. അതാണ് ദൈവത്തിന്റെ കൽപ്പന. പക്ഷെ പുതിയ നിയമത്തിൽ വന്നപ്പോൾ യേശു നമുക്ക് വേണ്ടി രക്തം ചിന്തി ക്രൂശിൽ മരിച്ചു. ശത്രുവിനെ സ്നേഹിക്കാൻ പഠിച്ച കർത്താവിന്റെ അധരങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചത് മന്ത്രവാദി മാനസാന്തരപ്പെടട്ടെ. മന്ത്രവാദിക്ക് വെളിപാട് കിട്ടട്ടെ, അല്ലെങ്കിൽ വെളിച്ചം കിട്ടട്ടെ, അവനെ ദൈവത്തിന്റെ ആത്മാവെന്ന് സ്പർശിക്കട്ടെ. അതുകൊണ്ടാണ് കർത്താവിന്റെ ശിഷ്യന്മാരിൽ നിന്ന് ശുശ്രൂഷ നടത്തിക്കൊണ്ട് പോകുന്നത്. പെട്ടെന്നൊരു ശിഷ്യൻ വന്നിട്ട് പറയാം, നിന്റെ നാമത്തിൽ അങ്ങ് അതാ ഒരുത്തന്നു ഭൂതങ്ങളെ പുറത്താക്കും, അവൻ എവിടെ, അവനെ തടയണ്ടേ നമുക്ക്. അപ്പൊ യേശു എന്താണ്, നമുക്ക് എതിരല്ലാത്തവൻ നമ്മുടെ അനുകൂലിയാണ്. അഭിഷേകം വർദ്ധിക്കുമ്പോൾ ദൈവദൂതന്മാരുടെ എണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കും. വളരെ ശ്രദ്ധിക്കണ്ടേ, നിങ്ങളെ അഭിഷേകത്തിന്റെ ലെവൽ വർദ്ധിക്കുമ്പോൾ ദൈവദൂതന്മാരുടെ എണ്ണം നിങ്ങളുടെ കൂടെയുള്ളത് വർദ്ധിക്കും. കാരണം നിങ്ങളുടെ ഗ്രേഡ്, നിങ്ങളുടെ ലെവൽ ഉയരുകയാണ്. നിങ്ങളുടെ ലെവൽ ഉയരുമ്പോൾ അതിനനുസരിച്ചുള്ള അകമ്പടിയാണ് നിങ്ങൾക്ക് ആവശ്യം. എലീശ പ്രവാചകൻ ഗിഹാസിയുടെ കണ്ണു തുറക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവം ഗിഹാസിയുടെ കണ്ണ് തുറക്കുകയും അവൻ കാണുകയാണ്, നമുക്ക് ശത്രുക്കളായുള്ളവരെക്കാളും കൂടുതൽ നമുക്കുള്ളത് നമ്മുടെ മിത്രങ്ങളായി വന്നിരിക്കുന്ന ദൈവത്തിന്റെ പടയാണ്, ആർമിയാണ്.
ഹല്ലേലൂയ. പട്ടാളമാണ്. ദൈവത്തിന്റെ പട്ടാളമാരാ? ദൈവദൂതന്മാർ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവദൂതന്മാരും രോഗം സൗഖ്യമാക്കുവാൻ വേണ്ടി ദൈവം നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ചില ദൈവദൂതന്മാരാണ്. ദൈവത്തെ അതിയായി സ്നേഹിക്കുന്ന ആരായാലും അവരെ മുഖപക്ഷമില്ലാതെ ദൈവത്തിൻ്റെ ദൂതന്മാർ പരിചരിക്കും. അതായത് ഞാൻ ഒന്നും കൂടെ പറയാം, ദൈവത്തെ ആഴമായി സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയെ ലക്ഷ്യമിട്ട് ദൈവദൂതന്മാർ അവരെ ശുശ്രൂഷിക്കും, പരിചരിക്കും. ദൈവത്തിൽ നിന്നും എന്തൊക്കെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം, അതുമൊത്തമായിട്ട് ദൈവം ഈ ദൈവദൂതന്മാരുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ വെച്ചു ചുറ്റിലുമുണ്ട്. പക്ഷെ നമ്മളായിട്ടത് കണ്ടെത്തണം. ഹല്ലേലൂയ. നമ്മൾ കണ്ടെത്തിയാൽ നമുക്ക് പ്രയോജനപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് വീട്ടില് സാരിയുണ്ട്, ഷർട്ടുണ്ട്, ചുരിദാറുകളുണ്ട്, വെനിയുണ്ട്, ട്രൗസേഴ്സ് ഉണ്ട്, പാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങള് വസ്ത്രം ധരിക്കാതിരുന്നിട്ട് പറയാ എനിക്ക് വസ്ത്രമില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഷെൽഫ് തുറക്കുക, നിങ്ങളെ വസ്ത്രം എടുക്കുക, ധരിക്കുക, മുൻപോട്ട് പോവുക. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കണം. പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ അത്ഭുതം നിങ്ങൾക്ക് ലഭിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. അപ്പോൾ അത്ഭുതങ്ങൾ വേണം, അടയാളങ്ങൾ വേണം, രോഗം സൗഖ്യമാക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചാൽ പോരാ, പറഞ്ഞാൽ പോരാ, അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. ആ സമയത്ത് നമ്മൾ വിചാരിക്കും, ഓ പ്രശ്നത്തെയാണ് നമ്മൾ എപ്പോഴും കാണുന്നത്, മല പോലെയുള്ള പ്രശ്നമാണ്. പ്രശ്നം 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 എല്ലായിടത്തും പ്രശ്നമാണ്, എവിടെ നോക്കിയാലും പ്രശ്നമാണ്. ആ പ്രശ്നങ്ങളെ ഒരു കടുകുമണിയുടെ വിശ്വാസമുണ്ടെങ്കിൽ മാറാമെന്ന് ബൈബിൾ പറയുന്നത്. കർത്താവിന്റെ അധരങ്ങൾ എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ആണോ? യെസ്. കടുകുമണി ഉദ്ദേശിക്കുന്നത് എന്താ? ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ പലരും പറയും ഭയങ്കര ഉറപ്പാണ്. ഉറപ്പ് മാത്രമല്ല, വളരും. ഹല്ലേലൂയ. ഇത് നട്ടുവെച്ചാൽ അത് വളരും. ഹല്ലേലൂയ. അപ്പൊ നിന്റെ വിശ്വാസം വളരുന്ന വിശ്വാസമാണെങ്കിൽ നീ എന്തു പറഞ്ഞാലും സംഭവിക്കും. അപ്പോൾ വളരുന്ന വിശ്വാസത്തോടു കൂടി നീ പറഞ്ഞാൽ, എന്തു പറഞ്ഞാൽ, ദൈവദൂതന്മാർ വന്ന് എനിക്ക് കർത്താവിനോട് പറഞ്ഞ ഉത്തരം തരട്ടെ എന്ന് പറഞ്ഞാൽ അവര് വിടോലും രാവിലെ നീ വാതിൽ തുറക്കുമ്പോൾ നിന്റെ മുമ്പിൽ ഉണ്ടാവും അത്ഭുതം. വളരെ മനോഹരമായിട്ടുള്ള സത്വാർത്ഥയായിരുന്നു. ആ സത്വാർത്ഥ മറിയം വിശ്വസിച്ച് ഏറ്റെടുത്തു, പറഞ്ഞ കാര്യം വിശ്വസിച്ചു. അപ്പോൾ ഇന്ന് നിങ്ങളോട് അല്ലെങ്കിൽ നാളെ നിങ്ങളോട് ദൈവദാസനോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അത് വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഈ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ജീവിതത്തിലാണ് ആദ്യം അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടത്. അതിനുശേഷമാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടത്. ചിലരെന്നോട് പറയാറുണ്ട്, ചില ശുശ്രൂഷകർ എന്നോട് എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, ബ്രദറെ, ഞങ്ങള് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാകും, എന്നാൽ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശ്വാസത്തിന്റെ ശക്തിയും അളവും ഇദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത്ഭുതം കാണും. അപ്പോൾ വിശ്വാസത്തിൽ നാം നടക്കുമ്പോൾ നാം ദൈവത്തിനോട് അപേക്ഷിക്കുകയാണ്, ദൈവത്തിന്റെ ദൂതന്മാർ എന്റെ ചുറ്റിനും വന്ന് നിൽക്കട്ടെ. ഹല്ലേലൂയ. ബൈബിൾ എന്താ പറയുന്നത്? ദൈവദൂതന്മാർ നിന്റെ ചുറ്റിനും, എൻകാമ്പ് സറൗണ്ട് യു എന്നാണ് ബൈബിൾ പറയുന്നത്. എൻകാമ്പ് സറൗണ്ട്, നിന്റെ ചുറ്റിനും നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. നീ നിന്റെ കാലിൽ തട്ടാതെ അവർ നിന്നെ സംരക്ഷിക്കുന്നു. ഹല്ലേലൂയ. ദൈവദൂതന്മാരുമായിട്ട് നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ
യാതൊരു പ്രശ്നവുമില്ല. ഹല്ലേലൂയ. വളരെ അനായാസമായിട്ട് കാര്യങ്ങൾ നടന്നു പോകും. പ്രൈസ് ദി ലോർഡ്. പലരും പറയാറില്ലേ, അവിടെ തടസ്സമാ ബ്രദറെ, ഇവിടെ തടസ്സമാ ബ്രദറെ, അങ്ങനെയാണ് അവിടെ തടസ്സം, ഇവിടെ തടസ്സം, വടക്ക് തടസ്സം, കിഴക്ക് തടസ്സം, പടിഞ്ഞാറ് തടസ്സം. തടസ്സമില്ലാത്ത ജീവിതമേ ഇല്ല, എപ്പോഴും തടസ്സം. എന്താ കാരണം? അവര് തടസ്സത്തിലാണ് വിശ്വസിക്കുന്നത്, ദൈവത്തിലല്ല. എവിടെയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവ്, എവിടെയുണ്ടോ അവിടെ ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. ദൈവവചനം എവിടെ പ്രസ്താവിക്കപ്പെടുന്നു അവിടെ ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. ഇപ്പൊ ഞാൻ 1998 ഞാനിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഒരു പ്രധാന ദൂതൻ എൻ്റെ അടുത്ത് വന്നു. ഈ പ്രധാന ദൂതന് ചിറകിന് തന്നെയുണ്ട് ഏകദേശം ഒരു 10 അടി ഉയരം. അജാനുബാഹുവായിട്ടുള്ള ഒരു വലിയ ദൈവദൂതൻ. ചിറകുകൾ വെണ്മയിൽ ഈ മെഴുകിൽ ഇങ്ങനെ കൊത്തിപ്പണിതുപോലെ വളരെ മനോഹരമായിരിക്കുന്ന ഒരു അത്ഭുത കാഴ്ചയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ദൈവദൂതനെ കാണുന്നത്. ആ ദൈവദൂതന്റെ കരങ്ങൾ എൻ്റെ ചെസ്റ്റിൽ പതുക്കുകയും ദൈവത്തിന്റെ ശക്തി എൻ്റെ ആത്മാവിലേക്കും മനസ്സിലേക്കും എൻ്റെ ദേഹിയിലേക്കും ശരീരത്തിലേക്കും പ്രവഹിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കും. അപ്പോൾ ഈ ദൈവശക്തി എവിടെ വരുന്നത്? ദൈവത്തിന്റെ വചനം പ്രബലപ്പെടുന്ന അല്ലെങ്കിൽ പ്രസ്താവിക്കപ്പെടുന്ന, പ്രസംഗിക്കപ്പെടുന്ന എവിടെയും പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ ചിലര് തിരിച്ചറിയുന്നു, ചിലരെ തിരിച്ചറിയുന്നു. അവിടെയാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്, പലപ്പോഴും നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചില്ല, നമുക്ക് വേണ്ടി യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. അത്രയ്ക്കും ദൈവത്തിന്റെ വലിയ സ്നേഹം നമ്മളിലേക്ക് പകർന്നിരിക്കുന്നു. ഇനി ആരും പറയാൻ പാടില്ല ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല, ദൈവം എന്നെ കൈവിട്ടു, ദൈവം എന്നെ മുഖം തിരിച്ചു, ദൈവം എന്നെ മറന്നു കളഞ്ഞു, ദൈവം എനിക്കൊന്നും തരുന്നില്ല, ദൈവമേ ഇതെന്തിനാണ് നീ എൻ്റെ ജീവിതത്തിൽ സംഭവിപ്പിച്ചത്. ഇങ്ങനെ ഒന്നും നിങ്ങൾ ദൈവത്തെ കുറിച്ച് പറയാൻ പാടില്ല. ഹല്ലേലൂയ. വ്യക്തമായിട്ടൊരു ക്രിസ്തീയ ഭവനത്തിൽ നമ്മൾ പഠിക്കേണ്ട ചില വലിയ കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം നിന്റെ ജീവിതത്തിൽ ദൈവവചനത്തിന് കൊടുക്കണം. ദൈവവചനം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും പോകുന്നു. ഇന്നൊരു ചെറിയ ഉദാഹരണം പറയാം. അതായത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ബ്രദർ പറഞ്ഞിരുന്നു, നമ്മുടെ സജി പറഞ്ഞിരുന്നു ഒരു ചെറിയ സംഭവം. ഓക്കെ, ഞാൻ പറയും. കഴിഞ്ഞ മാസം സജി ബ്രദർ എനിക്ക് ഒരു കടലാസ് തന്നു. അത് കുമ്പസാരത്തിനെ കുറിച്ചുള്ള ഒരു സംഭവം. അപ്പോൾ അത് ഞാനത് എവിടെയോ വെച്ചു, ഞാൻ ഓർക്കുന്നില്ല എവിടെ വെച്ചെന്ന് പോലും ഓർക്കുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ മേശപ്പുറത്തായിരിക്കാം, അല്ലെങ്കിൽ ബാഗിൽ എവിടെയെങ്കിലും വെച്ചു, അല്ലെങ്കിൽ പോക്കറ്റിലായിരിക്കും. പക്ഷെ ഇറ്റ്സ് മിസ്സിംഗ്, അത് കാണുന്നില്ല. അപ്പോൾ ഇദ്ദേഹം എന്നോട് ചോദിച്ചു, ആ കുമ്പസാരത്തിൻ്റെ കടലാസ് ഞാൻ തന്നിരുന്നു, നമ്മുടെ റുഹാധ്യാനത്തിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് അതെവിടെ? ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ ബാഗിലൊക്കെ നോക്കി, കണ്ടില്ല. ബാഗിലൊക്കെ നോക്കി, ഒരിടത്തും കണ്ടില്ല. ഞാനിങ്ങനെ ഭാഷാപരത്തിൽ സംസാരിച്ചു. ആ ഭാഷാപരം ദൈവദൂതന്മാരോട് സംസാരിക്കുകയാണ്. അത് ഞാൻ പോലും അറിഞ്ഞില്ല. പക്ഷെ ആ സമയത്ത് ദൈവാത്മാവ് എന്നോട് തോന്നിച്ച കാര്യം ഞാനങ്ങനെ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ ആ കഴിഞ്ഞ മാസത്തെ കാര്യമാണ്, പക്ഷെ ഇപ്പോഴാണ് നടന്നത്. കഴിഞ്ഞ മാസമാണ് ഈ സാധനം എൻ്റെ തന്നത്. ഞാൻ എവിടെയോ മിസ്സായി. വാതിൽ തുറന്ന് പുറത്ത് നോക്കിയപ്പോൾ പുറത്തൊരു കടലാസ് കിടക്കുന്നുണ്ട്. സജീവ്രതർ പോയിട്ട് അത് എടുത്തു നോക്കിയപ്പോൾ അതേ സംഭവം, അതേ കടലാസ്, അന്വേഷിച്ച കടലാസ്. ഒരു മാസം മുമ്പ് എനിക്ക് തന്നാണ്, എവിടെയാണെന്ന് പോലും അറിയത്തില്ല. അപ്പോ നമുക്ക് ആവശ്യമുള്ള കാര്യം കൃത്യസമയത്ത്, കൃത്യസ്ഥലത്ത്, കൃത്യമായ വ്യക്തികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന
ഒരു വലിയ ശുശ്രൂഷയാണ് ദൈവദൂതന്മാർക്ക് ഉള്ളത്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ദൈവദൂതന്മാരോട് സംസാരിച്ചാൽ അവർ പോയി നമുക്ക് വേണ്ടി കൊണ്ടുവന്നു തരും. സന്തോഷമുണ്ടോ? അതായത് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ കയറിയാൽ അവിടെയുള്ള കുറേ വെയിറ്റേഴ്സിനെ കാണാം അല്ലേ? ചിലരൊക്കെ തൊപ്പി വെച്ചിട്ടുണ്ടാവും, ചിലർ യൂണിഫോം ഉണ്ടാവും, അല്ല അങ്ങനെ എന്തെങ്കിലും കാണും. എന്നിട്ട് അവർ വന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും. ആണോ? വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കും. മെനു തന്നിട്ട് ഓർഡറിന് വേണ്ടി അവർ കാത്തു നിൽക്കും. അതുപോലെ ദൈവത്തിൻ്റെ ദൂതന്മാർ, മാലാഖമാർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറയുന്ന കാര്യം ചെയ്തു തരുവാൻ വേണ്ടി അവർ നിങ്ങൾക്കായി കാത്തിരിക്കും. അതൊരു നല്ല കാര്യമാണോ? നല്ല കാര്യമാണോ? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ദൈവദൂതന്മാരോട് സംസാരിച്ചാൽ അവർ പോയി നമുക്ക് വേണ്ടി കൊണ്ടുവന്നു തരും. സന്തോഷമുണ്ടോ? അതായത് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ കയറിയാൽ അവിടെയുള്ള കുറേ വെയിറ്റേഴ്സിനെ കാണാം അല്ലേ? ചിലരൊക്കെ തൊപ്പി വെച്ചിട്ടുണ്ടാവും, ചിലർ യൂണിഫോം ഉണ്ടാവും, അല്ല അങ്ങനെ എന്തെങ്കിലും കാണും. എന്നിട്ട് അവർ വന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും. ആണോ? വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കും. മെനു തന്നിട്ട് ഓർഡറിന് വേണ്ടി അവർ കാത്തു നിൽക്കും. അതുപോലെ ദൈവത്തിൻ്റെ ദൂതന്മാർ, മാലാഖമാർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറയുന്ന കാര്യം ചെയ്തു തരുവാൻ വേണ്ടി അവർ നിങ്ങൾക്കായി കാത്തിരിക്കും. അതൊരു നല്ല കാര്യമാണോ? നല്ല കാര്യമാണോ? പ്രത്യേകത. ആരാധന എവിടെയുണ്ടോ, ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന എവിടെയുണ്ടോ അവിടെയൊക്കെ ദൈവദൂതന്മാർ സാന്നിധ്യം അവരവിടെ വന്നിരിക്കും. നമ്പർ 1 ഓർത്തിരിക്കുക, എവിടെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന, ദൈവത്തിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മധ്യേ ദൈവദൂതന്മാർ വന്നിരിക്കും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Number 2, ദൈവദൂതന്മാരുടെ ശുശ്രൂഷകളിൽ ഒന്നാണ് സംരക്ഷിക്കുക. കർത്താവിൽ വിശ്വസിക്കുന്നവരെ സംരക്ഷിക്കുക. ആരാ സംരക്ഷിക്കുന്നത്? കർത്താവിൽ വിശ്വസിക്കുന്നവരെ, കർത്താവിൻ്റെ മക്കളെ സംരക്ഷിക്കുന്ന വേല ആർക്കുണ്ട്?